ശ്രീമതി പേർലി മാണിയുടെ പാളിപ്പോയ മാപ്പപേക്ഷയും അഖിൽ മാരാറിന്റെ തുറന്നു പറച്ചിലും വേറൊന്നുമല്ല. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പേർലി മാണിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ. അതിനുശേഷം ഇന്നലെ അവർ വന്ന് മാപ്പ് പറഞ്ഞു. പക്ഷേ മാപ്പ് അത്ര അങ്ങോട്ട് ക്ഷോഭിച്ചില്ലെന്ന് മാത്രമല്ല, കുഴിയിൽ നിന്നും ഒരു പടുകുഴിയിലേക്കാണ് അവർ വീണത്. വെറുതെ കൊണ്ടല്ല. ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവരുടെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമാണല്ലോ അന്ന് തികട്ടി പുറത്തോട്ട് വന്നത്. അവർ സംഖ്യയാണെന്നും അവർ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരെ അനുകൂലിക്കാതെ സമരം അടിച്ചമർത്തിയ BJP സർക്കാരിനെ അനുകൂലിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്റ് ആയിരുന്നല്ലോ വിവാദമായത്. അതിനുശേഷം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളും അവർക്കെതിരെയുള്ള ന്യൂസുകളും നെഗറ്റീവ് കമന്റ്സും അവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിന്റെ ലക്ഷക്കണക്കിന് ഏകദേശം 5 ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒഴിഞ്ഞുപോയി. അവരെ പരിപാടിക്ക് വിളിക്കാതായി. അങ്ങനെ മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് നിന്നപ്പോഴാണ് ഇന്നലെ ഒരു മാപ്പപേക്ഷയുമായി ശ്രീമതി പേർലി മാണി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. പക്ഷേ അവിടെ വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ആ മാപ്പപേക്ഷയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാം. ഒന്ന് കേട്ടു നോക്കും. ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ എടുത്തത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷെ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. പേർലി മാണിയുടെ ഈ മാപ്പപേക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഈ മാപ്പപേക്ഷയിൽ ഒരു വരി പോലും, ഒരക്ഷരം പോലും അന്ന് ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾ, അതായത് പാവപ്പെട്ടവരായ നീറ്റ് പരീക്ഷയുടെ എക്സാം ചോദ്യപേപ്പർ ചോർന്നതിന്റെ പേരിൽ 21ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പറ്റിച്ചതിന്റെ പേരിലാണല്ലോ സമരം ചെയ്തത്. ആ സമരം ചെയ്തതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന BJP-യുടെ പോലീസുകാർ ലാത്തിയിൽ ആണിയടിച്ച് കയറ്റി, ആ ലാത്തി കൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലി, ചോര ഒലിപ്പിച്ച്, കല്ലെറിഞ്ഞ് ഉപദ്രവിച്ച്, ഗ്രനേഡ് ഉപയോഗിച്ച്, പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചിട്ടും, അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, അത്രയേറെ ദ്രോഹിച്ചിട്ടും BJP സർക്കാരിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും, അല്ലെങ്കിൽ BJP സർക്കാർ ചെയ്ത ആ കൊള്ളരുതായ്മയ്ക്ക് ഒരു നുള്ളുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാണ് ശ്രീമതി പേർലി മാണി ഈ മാപ്പപേക്ഷ നമുക്ക് മുന്നിൽ വെച്ചത്. അപ്പോഴും പറയുന്നത് വിദ്യാർത്ഥികളല്ല കുറ്റം പറഞ്ഞത്, അവർ അടികൊണ്ട വേദനയിൽ പറഞ്ഞതാണെന്ന്. ഇന്ന നിലപാട് തിരുത്തി പറഞ്ഞൂടെ അവർക്ക്? ശരിയാണ്, എനിക്കിന്ന് തെറ്റുപറ്റി, ഞാൻ വിദ്യാർത്ഥികളൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്, സർക്കാർ ചെയ്ത് തെറ്റാണ്, BJP സർക്കാരെ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ഒരൊറ്റ വാക്ക് അവർ പറഞ്ഞോ? ഇല്ല. അവിടെയാണ് ഡിപ്ലോമസി കളിച്ചത്. മനസ്സിലായില്ലേ? ഉള്ളിലുള്ള സാധനം അങ്ങനെ തന്നെയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ മാപ്പപേക്ഷയുമായി വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇപ്പൊ അഖിൽ മാരാർ പറഞ്ഞുതരും. ഒന്ന് കേട്ടു നോക്കും. എന്നെ പോലെ ബാധ്യത അനുഭവിക്കുന്നവരിൽ അഞ്ജലി മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്ക് എന്താ നഷ്ടപ്പെടാൻ? ഇതിലെല്ലാ നഷ്ടങ്ങളും പേരേണ്ടി വരുന്ന ഒരാൾ ഞാനാണ്. ഇപ്പോൾ പേർലി മാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെന്ന് വെച്ചാൽ എനിക്കും പോയിട്ടുണ്ട് 10,70,000 ഫോളോവേഴ്സ്. ഇഷ്ടപ്പെടുന്ന ഒരാൾ തെറ്റിദ്ധരിച്ച് വെറുക്കേണ്ടി വരുന്നൊരവസ്ഥ. നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പൊ അതാണ് കാര്യം. എന്ത് നഷ്ടം? കേരളത്തിൽ സംഘിപ്പട്ടം കിട്ടിയാലുള്ള നഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ നഷ്ടം ഇപ്പോ പേർലി മാണിക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് മാപ്പപേക്ഷയുമായി വന്നത്. 5 ദിവസം കൊണ്ട് 5 ലക്ഷത്തിലേറെ ഫോളോവേഴ്സിന് നഷ്ടപ്പെട്ടപ്പോൾ, പ്രോഗ്രാമുകൾ ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ അഖിൽ മാരാരുടെ കാര്യം നോക്കൂ. 70,000-ലേറെ, അതൊന്നുമല്ല, ലക്ഷക്കണക്കിന് പുള്ളിയുടെ ഫോളോവേഴ്സ് പോയിട്ടുണ്ട്. പ്രോഗ്രാമുകളില്ല, ആരും ഉദ്ഘാടനത്തിന് വിളിക്കുന്നില്ല. ഉദ്ഘാടനത്തിന് എങ്ങനെ വിളിക്കുന്നേ? ഇപ്പൊ നോർമലി നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആളുകൾ 90% മതേതര മനസ്സുള്ള ആളുകളാണല്ലോ. ഇപ്പൊ ഇവരെ പോലുള്ള സംഖ്യ നയമുള്ള ആളുകളെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ആ കടയിൽ നോക്കി വെച്ചിരിക്കും, ആ കടയിൽ പിന്നെ കയറത്തില്ല. എന്തുകൊണ്ടാ?
അത് ഈ സംഘികളോടുള്ള ഒരു സൈക്കോളജി ഉണ്ട് ഈ മലയാളികൾക്ക്. ഇപ്പൊ സംഘികൾ ആയതുകൊണ്ട് കുറ്റം പറയല്ല കേട്ടോ, അവർക്ക് ആർക്ക് വേണമെങ്കിലും സംഖ്യയാവാം, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ സംഘികളോട് മലയാളിക്ക് ഒരു സൈക്കോളജി ഉണ്ട്, അടുപ്പിക്കാൻ കൊള്ളാത്തവർ എന്നൊരു സൈക്കോളജി ഉണ്ട് ആളുകളുടെ മനസ്സിലുണ്ട്. സോ അതുകൊണ്ട് ഇവരെ പോലുള്ള ആളുകളെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ആ കടയിൽ പിന്നെ കയറില്ല. മതേതര മനസ്സോടെ ചിന്തിക്കും, ഇത് മറ്റവന്റെ ആളാ, വേണ്ട, അത് ശരിയാവത്തില്ല എന്നൊരു ചിന്താഗതി സൈക്കോളജിക്കൽ ഉണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഉദ്ഘാടനത്തിന് കടകൾ വിളിച്ചാൽ പിന്നെ ആ കടയിൽ ആരും കയറത്തില്ല. അതൊരു സൈക്കോളജിയാണ്. അപ്പൊ അത് തന്നെ ഇവർക്ക് സംഭവിച്ചത്, ഇനി സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? സോ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പേർലി മാണി ഈ ഒരു അപേക്ഷയുമായി വന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിലുള്ള നിലപാടിൽ മാറ്റമില്ല. അതായത് വിദ്യാർത്ഥികളെ ഇത്രമേൽ ഉപദ്രവിച്ച സർക്കാരിനെ, BJP സർക്കാരിനെ കുറ്റം പറയാതെ അതിനെ പോളിഷ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ഒന്ന് തലോടി, പിന്നെ സിബിമേൽ ഡയറക്ടറിനെ അദ്ദേഹത്തോട് സോറി പറഞ്ഞു, അങ്ങനെ കൊണ്ടങ്ങ് അവസാനിപ്പിച്ചു. അതാണ് മൊത്തത്തിലുള്ള മാപ്പപേക്ഷയുടെ ഒരു ഫുൾ കോളം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇത് കേരളത്തിലേക്കാണ് ഇത് ശ്രീ പേർലി മാണി പങ്കുവെച്ചതെന്നുള്ളതും ഇത് കേൾക്കുന്നത് മലയാളികളാണെന്നുള്ളതും ഓർത്തു വെച്ചാൽ നന്ന്. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മനസ്സിലായിക്കോളും.